നമ്മളിപ്പോൾ എറണാകുളം മെഡിക്കൽ കോളേജിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിലെ ചുണക്കുട്ടികൾ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പം അവരോട് കുറച്ച് കുശലാന്വേഷണങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ആനറ്റ് ഷാജു എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. എൻ്റെ പേര് അതുല്യ സജീവ്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. എൻ്റെ പേര് സമിഹ സാദിഖ്. ഞാൻ പത്തനംതിട്ട. ഞാൻ അഭിഷിറ, വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം? പ്രൗഡ് മൊമെൻ്റ് ആണോ? എന്താ മനസ്സിലൊരു ഫീലിംഗ് ഒന്ന് പറയാമോ? ഏകദേശം കുറേ നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നിന്നൊരു സ്ഥലമാണ്. ഈവൻ ഈ വൈറ്റ് കോട്ട് ആണെങ്കിലും ഈ എൻവയോൺമെൻ്റ് ആണെങ്കിലും ഒത്തിരി മെഡിക്കൽ കോളേജസിൻ്റെ വീഡിയോ നമ്മൾ ബ്രില്യൻറ്റിലൂടെയും ഒത്തിരി ചാനൽസിൽ കൂടെ കണ്ടതാണ്. സോ ഇവിടെ ഫൈനലി എത്തിച്ചേരാൻ പറ്റിയതിൽ വെരി ഹാപ്പി. ഫസ്റ്റ് ഡേ ഒരു എന്താ പറയുക, ഒരു ബേസ്റ്റ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു. സന്തോഷം ഉണ്ടായിരുന്നു, കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഡ്രീം ആയിരുന്നു ഇത്. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ സന്തോഷം ഉണ്ടായിരുന്നു. ബട്ട് പുതിയ എൻവയോൺമെൻ്റ് ആയിരുന്നു, കുറേ പുതിയ ആൾക്കാരാണ്, പുതിയ ടീച്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കോളേജിൻ്റെ തന്നെ ആയിട്ട് പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പി അബൌട്ട്. ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയായിരുന്നു? ഏത് രീതിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്? മോഡൽ എക്സാംസ് ആണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് വന്നത്. ലൈക്ക് നമ്മൾ മൺഡേ എക്സാംസ് എഴുതുന്നുണ്ടേ പോലും ഫൈനലി ആ മോഡൽ എക്സാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ ആ നീറ്റിൻ്റെ ട്രാക്കിലേക്ക് എത്തുന്നത്. പിന്നെ മോഡൽ എക്സാംസ് എഴുതുന്ന സമയത്ത് എല്ലാ പോർഷനൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. സോ മേക്ക് ഷോർട്ട് നോട്ട്സ് ആണ് നമ്മുടെ കീ. അതില്ലാതെ നമുക്ക് പറ്റില്ല. ഷോർട്ട് നോട്ട്സ് ഇപ്പോഴാണെങ്കിലും ചെയ്യുക. ഇക്വേഷൻസ് എല്ലാം എഴുതുക. പിന്നെ ഏറ്റവും നന്നായിട്ട് ബി കോൺഫിഡൻറ്റ്. നമ്മളിലൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. യു ഷുഡ് പ്രേ. നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഒന്നാം വർഷം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നിങ്ങളുടെ +2 സിലബസിൻ്റെ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണോ പഠിക്കാനുള്ളതെന്നൊന്ന് പറയാമോ? ഫസ്റ്റ് ഇയർ ബേസിക്കലി നമുക്ക് 3 സബ്ജക്റ്റാണുള്ളത്: ഫിസിയോളജി, ബയോകെമിസ്ട്രി, അനാറ്റമി. ഇത് മൂന്നിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് നമ്മൾ +1 +2 പഠിക്കുന്ന ബയോളജി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ MBBS വരുമ്പോൾ +2 പോലെ അത്രയും സിമ്പിൾ ആയിരിക്കത്തില്ലല്ലോ. അതിൻ്റെതായ ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നല്ല ബേസ്, +2 +1 നല്ല ബേസ് ഉണ്ടെങ്കിൽ സ്മൂത്തായിട്ട് പോവാം. പിന്നെ നമ്മളെ ബ്രില്യൻറ്റിൽ എക്സ്ട്രാ പഠിപ്പിക്കുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്, ലെക്ചർ നോട്ടിലുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ. ഡിസെക്ഷൻ ഹാളിലൊക്കെ കയറിയല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? അതിലെന്തൊക്കെയാണ് അവിടെ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്? ഡിസെക്ഷൻ ഹാളിലോട്ട് ഞങ്ങളെ പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെയാണ് കൊണ്ടുപോയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. 2 ദിവസം തലക്കെ കറങ്ങി വീണു. പിന്നെ ഇപ്പോൾ പതിയെ ശരിയായി. ഇപ്പോൾ പേടിയൊന്നുമില്ല. എന്തായാലും അത് പഠിച്ചേ പറ്റുള്ളൂ. ഡിസെക്ഷനാണ് മെയിൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ആഫ്റ്റർ ഈ ലെക്ചർ ക്ലാസ്സിന് ശേഷം നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡിസെക്ഷൻ. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നല്ല. അപ്പോൾ കുട്ടി ഡോക്ടേഴ്സ് ഭാവിയിലെ കൈപുണ്യമുള്ള ഡോക്ടേഴ്സായിട്ട് മാറട്ടെ. അപ്പോൾ കൺഗ്രാറ്റ്സ് ഇവിടെ എത്തിയതിന്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.